അസ്സലാമലൈക്കും. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നോർത്ത് ഇന്ത്യൻ ഡിഷായ ഷീർ കുറുമ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമ്മൾ ഏകദേശം നമ്മളെ സേമിയ പായസം ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത്. നമുക്ക് അങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഇവിടെ അണ്ടിപ്പരിപ്പ്, ഡ്രൈ ഡേറ്റ്സ്, അത് വെള്ളത്തിൽ കുതിർത്തത്. അടുത്തത് ചിരോഞ്ചി എന്ന് പറയുന്നൊരു സീഡാണത്. ആൽമണ്ട്, പിസ്ത, റൈസൻസ്, ഇത് നെയ്യാണ്. കണ്ടൻസ്ഡ് മിൽക്ക്, ഇത് വെർമിസെല്ലി. ഞാൻ ഇവിടെ ഹാഫാണ് യൂസ് ചെയ്യുന്നത്, ആ പാക്കറ്റിൻ്റെ ഹാഫ്. അടുത്തത് ഇതുപോലൊരു പാത്രം വെച്ച് നമുക്കതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് വെർമിസെല്ലി ചെറുതായി പൊടിച്ച് ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി അത് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. അടുത്തത് സെയിം പാനിൽ തന്നെ കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഇത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക. ആ സെയിം പാത്രത്തിൽ തന്നെ നമുക്ക് 1 ലിറ്റർ പാല് ഒഴിച്ചു കൊടുത്ത് ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് തിളച്ച് തുടങ്ങും. നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച വെർമിസെല്ലി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമുക്ക് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക. ശേഷം നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സും അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലുണ്ട് ഈ ഷീർ കുറുമ റെസിപ്പിക്ക്. ശേഷം കുറച്ച് സാഫ്രോണും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ ഷീർ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് എല്ലാം അറിയിക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ഷെയർ. താങ്ക് യു.